നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ആവശ്യമില്ലാത്ത ഒരുപാട് വിഷയങ്ങൾ ഇപ്പൊ ഇവിടെ നടക്കുന്നുണ്ട്. എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ അതിന് ക്ഷമ ചോദിക്കുന്നു. സോറി. ഇനി ഈ വീട്ടില് ഒന്നിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത്. എന്തായാലും നമ്മുടെ കമ്പനി നിനക്ക് അവകാശപ്പെട്ടത് തന്നെയാണ്. അതിനുള്ള അർഹതയും യോഗ്യതയും നിനക്കുണ്ട്. നീ ആഗ്രഹിക്കുന്ന പോലെ തന്നെ എല്ലാം സംഭവിക്കും. ധൃതി ഒന്ന് കുറയ്ക്കണമെന്ന് മാത്രം. അറിയാലോ, അമ്മയ്ക്കൊന്നാമത് സുഖമില്ല. വെറുതെ ടെൻഷൻ കൊടുക്കരുത്. ആ അമ്മയ്ക്ക് വേണ്ടിയെങ്കിലും നീ എല്ലാം ഒന്ന് മറന്നുകളാം. എന്നിട്ട് ഓഫീസിലേക്ക് വരാൻ നോക്ക്. എന്തിനാ വീണ്ടും ഓഫീസിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പോവാൻ വരുന്നേ? ഇത്രയും കാലം അപമാനിച്ചതൊന്നും മതിയായില്ലേ? ഒരു ക്ഷമ ചോദിക്കലോട്ട് ഇറങ്ങിയിരിക്കുന്നു. ഉദ്ദേശം എന്താണെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപമാനം അതിന്റെ അങ്ങേറ്റത്തെത്തുമ്പോ പ്രണവൊന്നും വേണ്ടാന്ന് പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിത്തരുമല്ലോ. പക്ഷെ നിങ്ങളുടെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല. ശിവാനി, പ്ലീസ്. അവര് ചേട്ടനും അനിയനും തമ്മിൽ സംസാരിച്ച കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കട്ടെ. ഞാൻ ഇവിടെ മിണ്ടാതെ നിൽക്കുകയായിരുന്നല്ലോ. നീ ഒന്ന് അടങ്ങ്. എന്റെ ഭാര്യയുടെ ഇറങ്ങാൻ പറയാൻ നിങ്ങളാരാ? എനിക്ക് വേണ്ടി ഇവളല്ലാതെ പിന്നെ ആര് സംസാരിക്കും? നിങ്ങൾ രണ്ടുപേരും എനിക്ക് ഒരുപാട് സ്നേഹം മാരിക്കോരി തന്ന്. പക്ഷെ അന്നൊന്നും ആ സ്നേഹത്തിനകത്ത് പൊതിഞ്ഞിരുന്ന വിഷം എന്താണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അതെനിക്ക് ബോധ്യപ്പെടുത്തി തന്നതേ ശിവാനിയ. വെറുതെ വിഡിത്തം വിളിച്ചു പോവില്ലേ പ്രണവേ. ഇവിടെ എല്ലാ വഴക്കുകളും ഉണ്ടാക്കുന്നത് ഇവളാണ്. ആഹാ, അത് ശരി. നിങ്ങളുടെ അതിമോഹങ്ങൾക്ക് അത്യാർത്തിക്ക് കൂട്ടു നിൽക്കാത്തതുകൊണ്ട് ഞാൻ വഴക്കാളിയായി അല്ലേ? അല്ല, എന്ത് വഴക്കാ ഞാൻ ഉണ്ടാക്കിയേ? ഞാൻ അനാവശ്യമായിട്ട് എന്താ പറഞ്ഞത്? നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞോ. നീ കാണിച്ചിട്ടുള്ളത് എന്താണെന്നൊക്കെ നിനക്ക് തന്നെ അറിയാലോ. ഗൗതം, ഇങ്ങോട്ട് വന്നേ. ഓഫീസിൽ പോ. നോക്ക്, വാ. വെറുതെ ഓരോന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന അതൊന്നും കേട്ടോണ്ട് നിൽക്കാൻ പറ്റത്തില്ല. ഗൗതം, വാ ഇങ്ങോട്ട്. പറയുന്നത് കേക്ക്. സ്വത്തിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ അവള് കെട്ടിയവനെ പിടിച്ച് ഒഴിവാക്കിക്കൊണ്ട് പോകുന്നുണ്ട്. അതാണ് ബുദ്ധി. എന്ത് ബുദ്ധി? ഒന്നും വിട്ടു തരുന്നല്ലേ എനിക്കൊരു മടിയില്ല. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം. ഞാൻ ഒന്നുകൂടെ ഡോക്യുമെന്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരാം. അതെനിക്ക് ഒപ്പിട്ട് തന്നാ മതി. എനിക്കതിന് ഒരു മടിയില്ലെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. വെറുതെ നാടകം കളിക്കല്ലേ ഗൗതം. ഇവളെ ഇന്ന് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഇങ്ങോട്ട് വന്നേ. കൊണ്ടുപോയിക്കോ. പക്ഷെ ഒരു കാര്യം മനസ്സിലായിക്കോ, എത്രയൊക്കെ ഒഴിവാക്കി കൊണ്ടുപോയാലും എനിക്ക് അനുഭവിക്കാൻ അവകാശമുള്ളത് ഞാൻ തന്നെ സ്വന്തമാക്കിയിരിക്കും. അതിലൊരു സംശയം വേണ്ട. വരാനല്ലേ പറഞ്ഞത്? നടന്നേ, നടക്കിങ്ങോട്ട്. നീ എന്താ നിധി കാണിക്കുന്നത്? അവൻ പറഞ്ഞതൊക്കെ നീയും കേട്ടതല്ലേ? ഗൗതം എന്താ ഇങ്ങനെയായി പോയത്? എത്ര വട്ടം ഞാൻ പറഞ്ഞത് ശിവാനി അവളുടെ മനസ്സിലെ ഉദ്ദേശമാണ് പ്രണവിലൂടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന്. മനഃപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കണം ഇവിടെ. അമ്മയെ ടെൻഷൻ ആക്കണം. അതാണ് അവളുടെ ഉദ്ദേശം. ദയവേത് അതൊന്ന് മനസ്സിലാക്ക്. പ്രകോപനങ്ങൾ പല വഴിക്കും അവള് സൃഷ്ടിക്കും. ഗൗതമായിട്ട് ചെന്ന് ആ വലയിൽ വീണു കൊടുക്കരുത്. ഞാൻ പറയുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ അമ്മയ്ക്ക് വേണ്ടിയാ. അമ്മയുടെ ആരോഗ്യത്തിനും ആയുസിനും വേണ്ടിയിട്ടാ. ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എത്ര വേണമെങ്കിലും ആക്ഷേപിച്ചോട്ടെ. പണ്ടുള്ളവര് പറയുന്നത് പോലെ രണ്ട് കൈയും ചേർത്തടിച്ചാലേ ശബ്ദം കേൾക്കൂ. ദയവേത് ഗൗതം ഒരു വഴക്കിന് നിന്നു കൊടുക്കരുത്. പറഞ്ഞു ജയിക്കേണ്ട സമയമല്ല ഇത്. ഒഴിഞ്ഞു മാറി ജയിക്കേണ്ട സമയവും. അത് മറക്കരുത്. അമ്മയ്ക്ക് ഒരു കുഴപ്പവും വരാതെ നോക്കിയാ അതായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ വിജയം.